കർത്താവിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാൽ കൃപാസാൽത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിന്റെ പ്രത്യക്ഷീകരണത്തിന്റെ യോഗ്യതയാൽ അൾത്താരയിൽ നടന്ന 10,000-കണക്കിന് ആരാധന ശക്തിയാൽ ദൈവവേദനെ നിന്നെയും നിന്റെ കുടുംബത്തെയും ഈശോ നാമത്തെ ആശീർവദിക്കും. ഇന്ന് നിന്റെ ജീവിതം അഭിമുഖീകരിക്കുന്ന എല്ലാ വിഷയങ്ങളും, നീ കണ്ടുമുട്ടുന്ന വ്യക്തികള്, നീ ഭയക്കുന്ന വിഷയങ്ങള്, ഇന്റർവ്യൂകൾ, ടെസ്റ്റുകള്, യാത്ര ചെയ്തെത്തുന്ന ഇടങ്ങള്, നിന്റെ ജോലിപ്പാടുകള്, ശുശ്രൂഷ ഇടങ്ങള് കർത്താവിന്റെ നാമത്തെ അനുഗ്രഹിക്കപ്പെടട്ടെ. സഞ്ചാരി മാതാവ്, സമയത്തിന്റെ അധികാരി, നിന്റെ ഉടമ്പടി വഴികളിലൂടെ നിന്നെ വേർപിരിയാതെ നിനക്ക് വേണ്ടി വാദിച്ചും നിന്നെ സപ്പോർട്ട് ചെയ്തും നിനക്ക് വേണ്ടി നീ ചെയ്യാനുള്ള ജോലി ഏറ്റെടുത്തും നിന്നെ സന്ധിക്കട്ടെ. ദൈവവേദന, മനസ്സ്, ശരീരം, ആരോഗ്യം, ഏതെല്ലാം മേഖലകളിലെ എൻ്റെ മക്കള് ഇന്ന് ഞെരുങ്ങുകയോ വിഷമിക്കുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ കർത്താവിൻ്റെ രക്തം നിങ്ങൾ തളിക്കപ്പെടട്ടെ. യേശുവിൻ്റെ നാമത്തിലെ വിങ്ങുന്ന മനസ്സാണ് നിങ്ങളുടെ എങ്കിൽ, സാമ്പത്തിക തകർച്ച ഉള്ളത് കാരണം, ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ മുടങ്ങിപ്പോയത് കാരണം, വരുമാന സ്രോതസ് അടഞ്ഞു പോയത് കാരണം, പഠിക്കേണ്ട കാര്യങ്ങളും വിസ പ്രോസസ്സിങ്ങും, നാട്ടിലുള്ള പരീക്ഷകളും ടെസ്റ്റുകള്, പരീക്ഷ ഫലങ്ങൾ പ്രതീക്ഷിക്കുന്നവരെ, എൻ്റെ വിഷയത്തിന് PSC ടെസ്റ്റ് പിടിച്ചെന്നിങ്ങനെ ആഗ്രഹിക്കുന്നവരെ, അതെല്ലാം ഈ ഒറ്റ പ്രാർത്ഥനയുടെ ദൈവത്തിലെ നിന്നെ ദൈവം ഏറ്റെടുക്കുകയും നിന്റെ ആവശ്യങ്ങൾ അറിഞ്ഞ് നിന്നെ സന്ധിക്കുകയും ചെയ്യും. നീ കടം കൊടുത്തിട്ടുള്ളവര്, അത് കിട്ടാത്തവര്, നിന്നോട് കടം വാങ്ങിച്ചിട്ടുള്ളവര്, അത് തരാത്തവര്, എല്ലാം കൊണ്ട് നീ ഞെരുങ്ങുന്ന വിഷയങ്ങളെല്ലാം കൃപാസാൽത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മ നിന്റെ ഇന്നിന്റെ സങ്കടങ്ങളെ കണ്ണുനീരിനെ ഏറ്റെടുക്കുകയും എൻ്റെ ഈശോയുടെ നാമത്തിൽ ഞാൻ നിന്നെ ആശീർവദിക്കുകയും നീ ശക്തിപ്പെട്ട് രാത്രി തിരിച്ചെത്തുന്നവരെ കർത്താവിന്റെ കൃപ നിന്നെ പിന്തുടരട്ടെ. പിതാപുത്രനും പരിശുദ്ധാത്മാശ്വസിക്കുവാമേ. എല്ലാ കാര്യങ്ങളും പ്രയാസമാണ്. ഒരു കാര്യവും ഭൂമിയിൽ അത്ര ഈസി അല്ല. ദൈവത്തിനനുസരിച്ച് നമുക്ക് ചെയ്യണമെങ്കിൽ എല്ലാ കാര്യവും പ്രയാസമുള്ളതാണ്. അത് എൻ്റെ കുഞ്ഞുങ്ങളെ ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ ധനവാന് എന്ത് പ്രയാസമാണെന്നോ അങ്ങനെ വാക്കല്ലേ. മർക്കോസ് 10:24. അവന്റെ വാക്ക് കേട്ട് ശിഷ്യന്മാർ വിസ്മയിച്ചു. വിസ്മയിച്ചു. യേശു വീണ്ടും അവരോട് പറഞ്ഞു, മക്കളെ, ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക എത്ര പ്രയാസം. ദൈവരാജ്യം പ്രവേശിക്കുക എത്ര പ്രയാസം. അതായത് എത്ര പ്രയാസം എന്ന് പറഞ്ഞില്ലേ, അത് എന്തുകൊണ്ട് ബന്ധപ്പെടാൻ. ദൈവരാജ്യത്തെ പ്രവേശിക്കുക എത്ര പ്രയാസം എന്ന് പറഞ്ഞില്ലേ. അപ്പോഴ് അതിൽ നിന്ന് കർത്താവ് വെളിവാക്കുന്ന ഒരു സത്യമുണ്ട്. എന്താണ്? ഒരു കാര്യമല്ല പ്രയാസമായിരിക്കണത്. ഓൾമോസ്റ്റ് എവരിത്തിങ് ഈസ് ഡിഫിക്കൽട്ട്. ഇതാണ് വിഷയം. സുവിശേഷവിഹിതമായ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട്, വചനാധിഷ്ഠിതമായ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് ഓൾമോസ്റ്റ് എവരിത്തിങ് ഈസ് ഡിഫിക്കൽട്ട്. പിന്നെ എന്താ മാർഗം? അതുകൊണ്ട് ഈശ്വര മാർഗം കണ്ടുപിടിച്ചിട്ടുണ്ട്. എന്താണ്? നിങ്ങൾ ഒറ്റക്ക് അതിനു വേണ്ടി ശ്രമിക്കേണ്ടെന്ന് ഈശോ പറഞ്ഞത്. കാര്യം ഓൾമോസ്റ്റ് ദൈവരാജ്യമായിട്ട് ബന്ധപ്പെട്ട ഓൾമോസ്റ്റ് എവരിത്തിങ് ഈസ് ഡിഫിക്കൽട്ട്. എല്ലാം ഭയങ്കര പ്രയാസമാണ്. അതുകൊണ്ട് ഒറ്റക്ക് ശ്രമിക്കേണ്ടെന്ന് ഈശോ പറഞ്ഞു. അപ്പൊ നിങ്ങളെയൊക്കെ ഒറ്റക്ക് ശ്രമിക്കണമെന്ന് ഈശോ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അത് ഈശോ പറഞ്ഞിട്ടുണ്ടല്ലോ. എവിടെയാ? എന്നെ കൂടാതെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ. യോഹന്നാൻ 15:5. യോഹന്നാൻ 15:5. അത് ശരിക്കും പറഞ്ഞാൽ അത് നമ്മുടെ മർക്കോസിന്റെ 10:24 ലിങ്ക്ഡ് ആണ് ആ വചനം. ഞാൻ മുന്തിരിച്ചെടിയും നിങ്ങൾ ശാഖകളുമാണ്. ആര് എന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവോ അവൻ ഏറെ ഫലം പുറപ്പെടുവിക്കുന്നു. എന്നെ കൂടാതെ നിങ്ങൾക്ക്
നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയുകയില്ല. ഒന്നും ചെയ്യാൻ കഴിയുകയില്ല. എന്താ കാര്യം വെച്ചാല് മർക്കോസിന്റെ 10:24 പറയുന്നുണ്ട്, ഓൾമോസ്റ്റ് വചനാധിഷ്ഠ ജീവിതം ഓൾമോസ്റ്റ് എവരിത്തിങ് ഇസ് ഡിഫിക്കൽട്ട്. എല്ലാം പ്രയാസമാണ് ചെയ്യാൻ ഒരാളിന്. പിന്നെ അതിനുള്ള ഈസി ആക്കണതിനാണ് കർത്താവിനെ കൂടി പക്ഷത്താക്കണം. യേശു നമ്മുടെ പക്ഷത്താണെങ്കിൽ ആര് നമുക്കെതിരെ നിൽക്കും? അത്യപൂർവ